ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയാണ് തന്നിട്ടുള്ളത്. ചില നിബന്ധനകളെല്ലാം മുന്നോട്ട് വച്ചിരുന്നു. അത് പൊതുവിൽ നമുക്ക് സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെയും വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പൊതുവിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാൻ സഹായകരമായ നിലപാടാണ്. അത് സ്വാഗതാർഹമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടം മുതൽ. ഇനി 2 ദിവസം മാത്രമാണ് സംഗമത്തിനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബിജെപിയുടെ മറ്റ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ കാര്യമില്ലല്ലോ. കാരണം ഇതിനകത്തൊരു പ്രതിഷേധിക്കേണ്ടതായ വിഷയം അത് രാഷ്ട്രീയം കാണുന്നവർക്കും സംഘടിതമായി ഇതിനെ സമീപിക്കുന്നവർക്കും മാത്രമേ അതിനകത്ത് വിവാദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. മറിച്ച് ശബരിമലയോട് താല്പര്യമുള്ളവരും അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾക്കുമെല്ലാം ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത്. ഇവിടെ രാഷ്ട്രീയം ഒരു വിഷയമല്ല. രാഷ്ട്രീയക്കാരിതിനകത്ത് ആരും ഇടപെടുന്നുമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനമാണ് ആഗോള അയ്യപ്പ സംഘം. സർക്കാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ ആ നിലയിൽ സുഗമമായി നടത്താൻ സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സംഘാടക സമിതി രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരത്തെ കേസ് വന്നപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് കൊടുക്കേണ്ട എല്ലാ രേഖകളും അവർ ഹാജരാക്കി നടത്തുന്നത് സംബന്ധിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി മുന്നോട്ട് പോകാം എന്ന അനുമതി നൽകിയത്. അതുതന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഈ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന അനുമതി നൽകി. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ തർക്കം ഉന്നയിച്ച വാദങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതും, അപ്പോൾ ആ ഉന്നയിച്ചവർക്കാണ് രാഷ്ട്രീയമുള്ളതെന്നും, ഇവിടെ ഇത് നടത്തുന്ന ദേവസ്വം ബോർഡിനോ അതിനെ സഹായിക്കുന്ന ഗവൺമെൻറ്റിനോ ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമോ സംഘടിതമായ വീക്ഷണങ്ങളോ ഒന്നുമില്ല. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ശബരിമലയോട് താല്പര്യമുള്ളവരും തീർത്ഥാടകർക്കുമെല്ലാം സുഗമമായ രൂപത്തിൽ ഭാവിയിൽ തീർത്ഥാടനം നടത്താനും ഇതൊരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭാവനാസമ്പന്നമായ ഒരു വീക്ഷണവും ഇവിടെ പൊതുവിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഒപ്പം അതിൻ്റെ വികസനവും അതോടൊപ്പം തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആരും രാഷ്ട്രീയം കാണേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും യോജിച്ചത് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോഴും ദേവസ്വം ബോർഡിനും ഗവൺമെൻറ്റിനും ഉള്ളത്. അവിടെ ആരെയും രാഷ്ട്രീയമായി വേർതിരിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ വന്നപ്പോൾ 5000-ൽ പരം ആയിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, കർണാടകത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഉത്തരപൂർവ്വ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്. ഇതുകൂടാതെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്നു പോകുന്ന പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വിവിധ സംഘടനകളുടെ പ്രതികളും എല്ലാം കൂട്ടിച്ചേർത്ത് എടുത്തപ്പോൾ ഏതാണ്ട് 5000-ൽ പരം രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് 3000 പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മുൻഗണനാക്രമം അനുസരിച്ച് ദേവസ്വം ബോർഡ് കൂടി അവർ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ കൃത്യമായി അതിൻ്റെ നോംസ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തവരെ ഇവരെ അറിയിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ആദ്യം പ്രാതിനിധ്യം കൊടുക്കും. ഒപ്പം സംഘടനകൾക്കും ഇപ്പോൾ സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരുണ്ട്, വർഷങ്ങളായി വരുന്നവരുണ്ട്, ഒന്നിലധികം പ്രാവശ്യം വന്നവരുണ്ട്. അതിൽ നേരത്തെ വന്നു പോയിരുന്നവരെ നോക്കി നമ്മൾ പരിഗണിക്കുന്നു. അതിൻ്റെ നോംസ് എല്ലാം ഉണ്ടാക്കി അവർ നേരത്തെ തന്നെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3000 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെ ക്ഷണിക്കപ്പെട്ട ആളുകളുമുണ്ട്. ഇതെല്ലാമായി ബന്ധപ്പെട്ട് 3 സെഷനുകളായിട്ടാണ് ഈ കൂട്ടായ്മ നടക്കുക. ആദ്യം ഒരു ഉദ്ഘാടന സമ്മേളനം, രണ്ടാമതായി വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നൊരു സെഷൻ, മറ്റൊന്ന് ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററായി ഭാവിയിൽ മാറ്റുന്നത് സംബന്ധിച്ച ഒരു രേഖ, അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വന്നാൽ അത് സ്വീകരിക്കൽ, 3 എങ്ങനെ ക്രൗഡ് മാനേജ്മെൻറ്റ് നമുക്ക് പൊതുവിൽ അവിടുത്തെ സ്ഥിരപ്പെടുത്താം, സൗകര്യപ്പെടുത്താം, അതോടൊപ്പം ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകർക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്, അത് സംഘടനകളെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാനും എഴുതി തരാനുള്ള സൗകര്യം കൊടുക്കും. അവിടെ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് ഭാവിയിൽ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ച് എന്തൊക്കെ നടപ്പാക്കുമെന്ന് എല്ലാവരെയും അറിയിക്കും. ഇതാണ് പൊതുവിൽ ആത്യന്തികമായി അവിടെ നടക്കുന്ന കാര്യം. ഇതെല്ലാം നേരത്തെ തന്നെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആർക്കും മറ്റൊരു വിധത്തിൽ പരാതിയോ പരിഭവമോ വരേണ്ട കാര്യമില്ല. ആത്യന്തികമായി ആദ്യം മുതൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണിതെല്ലാം. അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പമ്പയിൽ 3500 പേർക്ക് ഇരിക്കാനുള്ള പന്തൽ ഇതിനോടകം തന്നെ
ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാല ക്രമീകരിച്ചു കഴിഞ്ഞു. എത്തുന്നവരുടെ രജിസ്ട്രേഷൻ പ്രധാനമായും നിലയ്ക്കലിൽ കേന്ദ്രീകരിച്ച് നടത്താനുള്ള ക്രമീകരണങ്ങളായി. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ KSRTC 25ഓളം സ്പെഷ്യൽ ബസ്സുകൾ ഇതിനോടകം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വിവിധ ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകും. കേരളത്തിൽ നിന്നും വരുന്നവർക്കെല്ലാം നേരിട്ട് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി നാളെ അതിൻ്റെ അവസാനവട്ട അവലോകന യോഗം പമ്പയിൽ രാവിലെ 10:30 മണിക്ക് നടക്കും. 12 മണിയോടുകൂടി നടന്ന കാര്യങ്ങളെല്ലാം മീഡിയയോട് പറഞ്ഞ് എല്ലാ അയ്യപ്പ ഭക്തന്മാരെ അറിയിക്കാൻ ആവശ്യം, ബഹുജനങ്ങളെ അറിയിക്കാൻ ആവശ്യമുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്.